നമസ്കാരം. മറ്റൊരാളുമായുള്ള ബന്ധം സംശയിച്ച് ലിവിംഗ് പങ്കാളിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ യുവാവ് അറസ്റ്റിൽ. മധ്യപ്രദേശിലെ ഭോപ്പാൽ ഗായത്രി നഗറിലാണ് നടക്കുന്ന സംഭവം. ഭോപ്പാലിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായ ഋതിക സെന്നാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ യുവതിയുടെ ലിവിൻ പങ്കാളിയായ സച്ചിൻ രാജ്പുത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊലയ്ക്ക് ശേഷം മൃതദേഹം പുതപ്പിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുകയും 2 ദിവസം ഇയാൾ മൃതദേഹത്തോടൊപ്പം കഴിച്ചുകൂട്ടുകയും ചെയ്തു. കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന കൊലപാതകം തിങ്കളാഴ്ചയാണ് പുറലോകം അറിയുന്നത്. മദ്യലഹരിയിൽ പ്രതി തന്നെയാണ് കൊലപാതകത്തെക്കുറിച്ച് സുഹൃത്തിനോട് വെളിപ്പെടുത്തിയത്. തുടർന്ന് സുഹൃത്ത് പോലീസിനെ വിവരമറിയിക്കുകയും പോലീസ് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ യുവതിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയുമായിരുന്നു. ഋതികയും സച്ചിനും 3.5 വർഷമായി ലിവിംഗ് ടുഗദറിലാണെന്ന് പോലീസ് പറഞ്ഞു. വിദിഷ സ്വദേശിയായ സച്ചിൻ വിവാഹിതനും 2 കുട്ടികളുടെ പിതാവുമാണ്. എന്നാൽ ഭോപ്പാലിൽ ഋതികയ്ക്കൊപ്പമായിരുന്നു ഇയാളുടെ താമസം. 9 മാസം മുമ്പാണ് സച്ചിനും ഋതികയും ഗായത്രി നഗറിലെ വീട്ടിലേക്ക് താമസം മാറിയത്. ഭോപ്പാലിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരിയായിരുന്നു ഋതിക. എന്നാൽ സച്ചിന് ജോലി ഉണ്ടായിരുന്നില്ല. ഇതേ തുടർന്ന് ഇയാൾക്ക് അപകർഷതാബോധവും ഋതികയുടെ അസൂയയും ഉണ്ടായിരുന്നു. കൂടാതെ ഓഫീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥനുമായി ഋതികയ്ക്ക് അടുപ്പമുണ്ടെന്നും സച്ചിന് സംശയം തോന്നിയിരുന്നു. വെള്ളിയാഴ്ച രാത്രി ഇതേ ചൊല്ലി ഇരുവരും തമ്മിൽ വഴക്കുണ്ടായി. ഇതിന് പിന്നാലെയാണ് പ്രതി യുവതിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയത്. കൃത്യം നടത്തിയതിനു ശേഷം 2 ദിവസമാണ് പ്രതി മൃതദേഹത്തിനൊപ്പം വീട്ടിൽ കഴിച്ചുകൂട്ടിയത്. യുവതി മരിച്ചെന്നുറപ്പായതോടെ ഇയാൾ മൃതദേഹം പുതപ്പ് കൊണ്ട് പൊതിഞ്ഞ് കട്ടിലിൽ കിടത്തി. തുടർന്ന് 2 ദിവസം ഇയാൾ ഇതേ മുറിയിൽ തന്നെയായിരുന്നു. ഈ സമയത്ത് അമിതമായി മദ്യപിക്കുകയും മൃതദേഹത്തിനൊപ്പം അതേ കട്ടിലിൽ കിടന്നുറങ്ങുകയും ചെയ്തു. തുടർന്ന് ഞായറാഴ്ച രാത്രിയോടെയാണ് മദ്യലഹരിയിൽ പ്രതി സുഹൃത്തായ അനൂജിനെ ഫോണിൽ വിളിച്ച് കൊലപാതക വിവരം ആദ്യം വെളിപ്പെടുത്തുന്നത്. എന്നാൽ ഇയാൾ ഇതാദ്യം വിശ്വസിച്ചില്ല. പിറ്റേന്ന് രാവിലെ സച്ചിൻ ഇതേ കുറ്റം ആവർത്തിച്ചപ്പോൾ തിങ്കളാഴ്ച വൈകുന്നേരം 5 മണിയോടെ അനൂജ് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് പോലീസ് സംഘം സ്ഥലത്തെത്തുന്നത്. സ്ഥലത്തെത്തിയപ്പോൾ അഴുകിയ നിലയിലുള്ള മൃതദേഹം പുതപ്പുകൊണ്ട് മുതിഞ്ഞ നിലയിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തിൽ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണെന്നും പോലീസ് അറിയിച്ചു.